കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ സന്ധ്യ വന്ദനം അറിയിക്കുന്നു. നാം ഞായറാഴ്ച മുതൽ തുടങ്ങുന്നതായിട്ടുള്ള ഹോശാന ദിവസം മുതൽ ഈ ദിവസങ്ങളിലെല്ലാം ഈ പരിശുദ്ധമായിട്ടുള്ള വാരത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങളെ ധ്യാനിക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ബുധനാഴ്ച ദിവസമാണ്. ഈ ദിവസത്തിൽ പ്രധാനമായിട്ടും രണ്ട് സംഭവങ്ങളാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അനേക കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും യൂദ മറ്റുള്ളവരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തുന്ന സംഭവം, അതോടൊപ്പം തന്നെ യേശുക്രിസ്തു ബഥാന്യയിൽ കുഷ്ഠരോഗിയായ ശീമോൻ്റെ ഭവനത്തിൽ അതിഥിയായിരിക്കുകയും അവിടെ ഒരു സ്ത്രീ വെങ്കൽ ഭരണി നിറച്ച തൈലവുമായി കടന്നു വന്ന് യേശുവിനെ അഭിഷിക്തനാക്കുന്ന ഒരു ഭാഗവുമാണ് നാം കാണുന്നത്. ഈ വിലയേറിയ പരിമള തൈലത്തിന് വളരെയേറെ സുഗന്ധം ഉള്ളതാണ് എന്ന് നാം വേദഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതിങ്ങനെ പറയുന്നു, ഇത് 300 വെള്ളിക്കാശിന് വരെ വിലയുള്ളതായിരിക്കുന്ന വസ്തുവായിരുന്നു എന്ന്. ബഥാന്യ എന്ന് പറയുന്നത് യെരുശലേമിന് കിഴക്കുള്ള ഒരു ഗ്രാമമാണ്. ഇവിടെയാണ് യേശുക്രിസ്തു ശീമോന്റെ ഭവനത്തിൽ അതിഥിയായി എത്തുന്നത്. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ യേശുക്രിസ്തു പല ഭവനങ്ങളിൽ അതിഥിയായി എത്തിയതായിട്ട് നാം മനസ്സിലാക്കുന്നുണ്ട്. കുഷ്ഠരോഗിയായ ശീമോന്റെ ഭവനത്തിൽ, പരീശന്റെ ഭവനത്തിൽ, മാർത്തയുടെ വീട്ടിൽ, പരീശ പ്രമാണിയുടെ വീട്ടിൽ, സക്കായിയുടെ ഭവനത്തിൽ, എമ്മൗസിലേക്ക് പോയ വഴിമധ്യേ, അതുപോലെ തന്നെ ഗലീലയിലെ കനാവിൽ, ഇങ്ങനെ പല ഭവനങ്ങളിൽ യേശു അതിഥിയായി എത്തിയിരുന്നു. ഇവിടെ നാം വേദഭാഗം നോക്കുമ്പോൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങളിലാണ് നാം ഇത് കാണുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 6 മുതൽ 13 വരെ. യേശു ബേഥാന്യയിൽ കുഷ്ഠരോഗിയായിരുന്ന ശീമോന്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറഞ്ഞ ഒരു വെൺകൽ ഭരണി എടുത്തും കൊണ്ട് അവൻ്റെ അടുക്കെ വന്നു. അവൻ പന്തിയിലിരിക്കുമ്പോൾ അത് അവൻ്റെ തലയിൽ ഒഴിച്ചു. ശിഷ്യന്മാർ അത് കണ്ടിട്ട് മുഷിഞ്ഞു. ഈ വെറും ചെലവ് എന്തിന്? ഇത് വളരെ വിലയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അത് അറിഞ്ഞവരോട്, സ്ത്രീയെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കെയുണ്ട്, ഞാൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഇല്ല താനും. അവൾ ഈ തൈലം എൻ്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എൻ്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു. ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തുള്ളെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഈ പരിശുദ്ധ വചനത്തിലൂടെ നമുക്ക് അല്പസമയം കടന്ന് പോകാം. ഇതാ ഇവിടെ ശിമോന്റെ ഭവനത്തിൽ യേശുവിനെ ഒരു സ്ത്രീ ശുശ്രൂഷിക്കുന്ന അനുഭവമാണ് നാം കാണുന്നത്. സ്നേഹത്തോടു കൂടെ അവൾ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നു. ഇവിടെ നാം മനസ്സിലാക്കുന്നത്, യേശുവിൻ്റെ മരണത്തിന് മുൻപേ അവൾ അവനെ ആദരിക്കുകയാണ്, അല്ലെങ്കിൽ ബഹുമാനിക്കുകയാണ്. അവൾ യേശുവിന് മഹത്വം നൽകുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നു. ഇവൾ ഇത് ചെയ്യുമ്പോൾ അവൾക്ക് അതിൽ ത്യാഗാത്മകമായിട്ടുള്ള ഒരു ദാനം, വിലയേറിയ പരിമള തൈലം എന്നാണ് പറയുന്നത്. അതിന് വളരെയധികം വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇത്രത്തോളം വില നൽകി യേശുവിന് വേണ്ടി ചെയ്യുവാനായിട്ടുള്ള നല്ലൊരു മനസ്സ് ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നു. ഇതിലൂടെ നാം കാണുന്നത്, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുവാനും അവനെ മഹത്വപ്പെടുത്തുവാനും യേശുവിനെ ആദരിക്കുവാനും ഇത്രയും ത്യാഗം കാണിക്കുവാൻ മനസ്സൊരുക്കമുള്ള ഒരു സ്ത്രീയായിരുന്നു അവൾ. എന്നാൽ ഈ നല്ല പ്രവൃത്തി ചെയ്യുന്നതിനിടയിലും, ഈ നല്ല പ്രവൃത്തി കാണുന്നതിലും ചിലർ അസഹ്യപ്പെടുന്നുണ്ട്. വേദഭാഗം അങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു. യേശുവിനോടൊപ്പം അവൻ്റെ ശുശ്രൂഷ വേളകളിലെല്ലാം അവനോട് സഞ്ചരിച്ച ശിഷ്യന്മാർ, അവനോടൊത്തുള്ള പ്രിയപ്പെട്ടവർ ഇവിടെ
പിറുപിറുക്കുകയാണ്. അങ്ങനെ തന്നെയാണ് വചനം പഠിപ്പിക്കുന്നത്. അവർ കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ ശുശ്രൂഷ ഏറ്റവരാണ്, അവനോടൊപ്പം സഞ്ചരിച്ചവരാണ്. എന്നാൽ ഈ വെറും ചിലവ് എന്തിന് എന്നവർ പറഞ്ഞ് അസഹ്യപ്പെടുന്നതായിട്ട് നാം കാണുന്നു. ഒരു പക്ഷേ മറ്റുള്ളവരെ കാണിക്കുവാനായിട്ടുള്ള ഒരു പ്രവൃത്തി ആയിരുന്നുവെങ്കിൽ അവർക്കൊരു പക്ഷേ അസഹ്യപ്പെടേണ്ടതായിട്ട് വരികയില്ലായിരുന്നു. എന്നാൽ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ വളരെ ആത്മാർത്ഥതയോടുകൂടെ ചെയ്തതായിട്ടുള്ള ഒരു ശുശ്രൂഷയായിട്ടാണ് നാം കാണുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം പറയുന്നു, ഹൃദയങ്ങളെയും അന്തര ഇന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നതായിട്ടുള്ള ദൈവം. അവർ ഹൃദയത്തിൽ എന്ത് നിരൂപിച്ചുവോ, എന്താണോ അവളുടെ പ്രവൃത്തിക്ക് വിപരീതമായിട്ട് ചിന്തിച്ചത്, അത് മനസ്സിലാക്കിയിട്ട് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അസഹ്യപ്പെടുന്നത്? അവൾ എൻ്റെ മരണത്തിന് മുൻപേ എനിക്ക് വേണ്ടി, എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ഒരുക്കമായിട്ട് കർത്താവ് പറയുന്നതായി നാം കാണുന്നുണ്ട്. അതിൻ്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. നല്ലത് സംഭവിക്കുമ്പോൾ ചിലർ അസഹ്യപ്പെടുന്നത് സ്വാഭാവികമാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അസഹ്യപ്പെടാറുണ്ട്. അത് മാനുഷികമായിരിക്കുന്ന ഒരു സ്വഭാവമായിട്ട് നമുക്കതിനെ കാണുവാനായി കഴിയും. എന്നാൽ കർത്താവിനിത് വെറും ചിലവായിട്ടോ ഒന്നും അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞില്ല. യേശു കർത്താവ് അതിന് വില നൽകിയാണ്. ലോകത്തിൽ, അതിൻ്റെ അവസാനത്തെ വാക്യം പറയുന്നത്, ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. കർത്താവായ യേശുക്രിസ്തു സത്യമായി അവിടെ പറയുന്ന ഒരു വാക്യമുണ്ട്, ലോകത്തിൽ എങ്ങും ഈ സുവിശേഷം നിലനിൽക്കുന്നിടത്തോളം അവൾ ചെയ്തതായിരിക്കുന്ന ഈ നല്ല പ്രവൃത്തി വിലപ്പെട്ടതായി തന്നെ നിലനിൽക്കും എന്ന് പറയുന്നുണ്ട്. ദൈവത്തിന് നൽകുന്നതിലൂടെ, അല്ലെങ്കിൽ ദൈവത്തിന് ഈ സ്ത്രീ ചെയ്യുന്ന, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന് അവൾ ചെയ്യുന്ന ഈ നല്ല പ്രവൃത്തിയിലൂടെ ഒരു ഉദ്ദേശ്യമുണ്ടായിരുന്നു. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ശവസംസ്കാരത്തിന് മുമ്പേ ഉള്ളതായിട്ടുള്ള ഒരു മുന്നൊരുക്കം അവിടെ സംഭവിക്കുന്നു. ഇവിടെ നാം വായിച്ച് കേട്ട ഈ വേദഭാഗത്തിലൂടെ ഓരോ വാക്യത്തിലൂടെയും നമ്മോട് സംസാരിക്കുന്നത് എന്താണ്? നമ്മുടെ പ്രവൃത്തികളിൽ ഒരുപക്ഷെ മറ്റുള്ളവർ അസഹ്യപ്പെടുന്നവരായിരിക്കാം, അസ്വസ്ഥതയുള്ളവരായിരിക്കാം. എന്നാൽ ദൈവം നമ്മിലേക്ക് നോക്കുമ്പോൾ, യേശുക്രിസ്തു നമ്മിലേക്ക് നോക്കുമ്പോൾ, നാം ചെയ്ത പ്രവൃത്തി നല്ലതാണെങ്കിൽ അതിന് പ്രതിഫലം തരുവാൻ ദൈവത്തിന് കഴിയും. ഒരുപക്ഷെ നമ്മുടെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഒക്കെ നമുക്ക് പ്രതികൂലമായിരിക്കാം. എങ്കിലും നാം ചെയ്യുന്നത് ഒരു നല്ല പ്രവൃത്തിയാണെങ്കിൽ അതിന് പ്രതിഫലം ലഭിക്കാതെ പോവുകയില്ല. കർത്താവ് ഇന്നും നമ്മെ സ്നേഹിക്കുന്നു. നാം ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത്, ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിക്കുന്നത്, ദൈവത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്നത് വൃഥാവല്ല, അതിന് ഒരിക്കൽ പ്രതിഫലമുണ്ട് എന്നുള്ള ആ ഒരു വാഗ്ദത്തം കൂടെ ഈ വേദഭാഗത്തിലൂടെ നാം മനസ്സിലാക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനങ്ങൾ 112-ാം വാക്യത്തിൽ അതിൻ്റെ 2-ാമത്തെ ഭാഗം ഇങ്ങനെ പറയുന്നു, നീതിമാൻ എന്നേക്കും ഓർമ്മയിൽ ഇരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധ വചനത്തിലൂടെ ഈ വേദഭാഗത്തിൽ അവസാനം നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്, അവളുടെ ഓർമ്മയ്ക്കായി ഇവ എല്ലാ കാലത്തും നിലനിൽക്കും എന്നുള്ളതാണ്. നാം ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ, നല്ല പ്രവൃത്തികൾ എല്ലായ്പ്പോഴും നിലനിൽക്കുക തന്നെ ചെയ്യും. നാം ചെയ്യുന്നത്, നാം പ്രവർത്തിക്കുന്നത്, നാം സംസാരിക്കുന്നത് എല്ലാം നന്മയായിട്ടുള്ളതാണോ എന്ന് നമ്മെ ശോധന ചെയ്യുവാൻ ഈ വേദഭാഗം നമുക്ക് ഇടതരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചുരുങ്ങിയ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.